എല്ലാവർക്കും നമസ്കാരം. ഷീജസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ടെ. കാരണം എന്നാന്ന് വെച്ചാൽ ഭയങ്കര മഴയും മഞ്ഞും ഒക്കെയാണ്. അപ്പം വീഡിയോ അപ്ലോഡ് ആകുന്നില്ല, റേഞ്ച് കുറവാണ്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് കറണ്ട് പോയതാണ്, ഇന്നാണ് വന്നത് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. അതായത് കണ്ടില്ലേ, ഷട്ടറൊക്കെ ഇട്ടേക്കുന്നത്, കാലൊക്കെ മരച്ച് കൈയൊക്കെ മരച്ച് ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പം മഞ്ഞ് മൂടിക്കിടക്കുക. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാവേ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടത് മഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഈ സമയമാകുമ്പോഴത്തേക്കും സാധാരണ ഇവിടെ ഭയങ്കര തണുപ്പാണ്. പിന്നെ വണ്ടിയൊക്കെ പകലാണേലും ലൈറ്റ് ഇട്ടുണ്ടാവും പോകുന്നത്, അതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുക കേട്ടോ. അപ്പം ഇത്രയും മഞ്ഞും തണുപ്പും ഒക്കെ അല്ലേ. അപ്പം തണുപ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഞാനിന്ന് ഉണ്ടാക്കുക. വേറൊന്നുമല്ല, പുഴുക്കാ കേട്ടോ, കൂട്ടുപുഴുക്ക്. അതായത് ഇതിനകത്ത് വാഴയ്ക്ക, ചേന, പിന്നെ കാച്ചിലില്ല, ചേമ്പ്, പിന്നെ കുറച്ച് മത്തങ്ങ, കുറച്ച് കപ്പ, ഇത്രയും ചേർത്ത്, പിന്നെ ഞാൻ വൻപയർ ഒരു കുറച്ച്, ഒത്തിരി ചേർക്കുന്നില്ല. കടല ചേർക്കേണ്ടവർക്ക് കടല ചേർക്കാം. ഞാൻ വൻപയറാണ് ചേർത്തേക്കുന്നത്. വൻപയർ ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കുവാണേ. ദേ അപ്പം ദേ കാണുന്നുണ്ടോ, എല്ലാവരും ചക്കപ്പുഴുക്ക് അല്ല കപ്പ കുഴച്ചത് അല്ല കപ്പ പുഴുക്കെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിന്ന് കൂട്ടുപുഴുക്കാണ് ഉണ്ടാക്കുന്നത്. കൂട്ടുപുഴുക്കെന്നോ അല്ലെങ്കിൽ വേറെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് കഷ്ണങ്ങളിട്ട്, അപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് വെന്ത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ അരപ്പും കൂടെ ചേർത്ത് നമ്മൾ ഒതുക്കി എടുത്താൽ മതി. ഒതുക്കി കപ്പ കുഴയ്ക്കുന്ന അതേ ഇത് തന്നെ, വേറൊന്നുമില്ല. മീൻകറിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഇനി ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്താണേലും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. അപ്പം നിങ്ങളിന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പം നമുക്ക് പുഴുക്ക് റെഡിയാക്കാവേ. അതിലേക്ക് ഞാൻ പിന്നെ ഇത്രയും കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മത്തങ്ങയും കുറച്ച് ചേമ്പും ചേനയും പിന്നെ കുറച്ച് കപ്പയും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഏത്തയ്ക്ക 2 ഇട്ടിട്ടുണ്ട്, അതും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കപ്പ കുഴയ്ക്കാനായിട്ട് പിന്നെ ഊറ്റിക്കളയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഊറ്റിക്കളഞ്ഞാൽ മതി. എന്നിട്ട് അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ കൂട്ടിനായിട്ടുള്ള കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ഒതുക്കിയെടുക്കാം. ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ പിന്നെ കഷ്ണത്തിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, ഞാൻ ഇച്ചിരി പിന്നെ കളറിനായിട്ട് ചേർത്തതേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ജീരകം ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ജീരകം ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ കരിയാപ്പല നമ്മൾ അവസാനം കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പുഴുക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തേ ആവി പറക്കുക. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇതിൽ വൻപയർ വേവിച്ച് വെച്ചേക്കുന്നത് ഇടുവാണേ. ഇട്ടിട്ട് പിന്നെ അരപ്പും കൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് ആവി കയറ്റാം. കഷ്ണങ്ങളൊക്കെ വെന്തു. ഞാൻ വൻപയറും ചേർത്തിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ വൻപയറും ചേർത്തു, വേവിച്ച് വെച്ചിരുന്ന വൻപയറും ചേർത്തു. നമ്മുടെ അരപ്പില്ലേ, തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്ന അരപ്പ്, അതും കൂടെ, പിന്നെ കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ആവി കയറ്റാം. ആവി കയറ്റാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, കരിഞ്ഞു പോകരുത്. ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ആവി കയറ്റുന്നത്. ഒന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കുടഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൂട്ടുപുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുഴുക്ക് കഴിക്കാൻ പോവാണ്. നിങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം മത്തി മീൻ വറുത്തതുണ്ട്, പിന്നെ കുറച്ച് മീൻ കറിയും കൂടി വയ്ക്കാം. മീൻ കഷ്ണം ഞാൻ എടുക്കുന്നില്ല, മീൻ ചാറേ എടുക്കുന്നുള്ളൂ.
അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനെന്നാൽ പുഴുക്ക് കഴിക്കട്ടെ. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.